സിദ്ധരാമയ്യയ്ക്ക് പിൻഗാമിയാകാൻ DK ശിവകുമാർ. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ഇന്ന് DK ശിവകുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞ നടക്കും. 10 മന്ത്രിമാർ DK ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും സിദ്ധരാമയ്യ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയ്ക്ക് സുപ്രധാന വകുപ്പ് ലഭിക്കും എന്നാണ് സൂചനകളും കിട്ടുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷം നവംബറോടുകൂടി തന്നെ ഈ മാറ്റങ്ങൾ ആഗ്രഹിച്ച് വരുന്നതാണ്. അതിനിടയിൽ സിദ്ധരാമയ്യ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. അതിനിടയിൽ അദ്ദേഹം പറയുന്നു രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന് വെക്കുന്നു, താൻ MLA ആയി തന്നെ തുടരുമെന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എൻ്റെ മകന് സുപ്രധാനമായ പദവികൾ ജലസേചന വകുപ്പ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് നീക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നിർണായകമായ പാർലമെന്ററി പാർട്ടി യോഗം ഉണ്ടാകും. DK ശിവകുമാറിനെ സിദ്ധരാമയ്യ അടുത്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്യും. VR കാർത്തിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. കാർത്തിക്, അങ്ങനെ മാസങ്ങളുടെ നീണ്ട കാത്തിരിപ്പ്, DK ശിവകുമാർ അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നായിരിക്കും സത്യപ്രതിജ്ഞ എന്നത് സംബന്ധിച്ചും ധാരണ ഉണ്ടായിട്ടുണ്ടോ? ക്യാബിനറ്റ് റീഷഫ്ലിംഗ് എങ്ങനെയായിരിക്കും? കർണാടകയിൽ ഇനി DK ശിവകുമാർ യുഗമായിരിക്കും. മുഖ്യമന്ത്രിയായി DK ശിവകുമാർ തിരഞ്ഞെടുക്കപ്പെടും എന്നുറപ്പാണ്. എന്നാൽ മന്ത്രിസഭയിൽ ആരൊക്കെ, അതാണ് കന്നഡ നാട്ടിൽ ഇപ്പോൾ രാഷ്ട്രീയ ആകാംക്ഷ. കാരണം സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യ ഒരു പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ കാര്യത്തിൽ നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാറിനും ചില താല്പര്യങ്ങളുണ്ട്. ഈ താല്പര്യങ്ങൾ എങ്ങനെ കേന്ദ്ര സർക്കാർ ഈ മന്ത്രിസഭാ രൂപീകരണ ഫോർമുലയിൽ പരിഗണിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് വൈകിട്ട് ചേരുന്ന നിയമസഭാ കക്ഷിയോഗമാണ് ഏറ്റവും നിർണായകം. ഈ നിയമസഭാ കക്ഷിയോഗത്തിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ളവർ പങ്കെടുക്കും. ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും നിയമസഭാ കക്ഷിയോഗം. ഈ യോഗത്തിൽ സിദ്ധരാമയ്യ തന്നെ DK ശിവകുമാറിൻ്റെ പേര് നിർദ്ദേശിക്കും. ഇതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ DK ശിവകുമാറിൻ്റെ പേര് സിദ്ധരാമയ്യ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഒരു ഐക്യത്തിൻ്റെ സന്ദേശമായി കൂടി പുറത്തേക്ക് നൽകാൻ കഴിയും എന്നാണ് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത്. നമുക്കറിയാം, രാജി തീരുമാനിച്ച ദിവസം മുതൽ, അതായത് പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്ന് മന്ത്രിസഭാംഗങ്ങൾ കഴിക്കുന്നു. അതിനുശേഷം സിദ്ധരാമയ്യയുടെ കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുന്ന DK ശിവകുമാർ ഇന്നലെ ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്ന ഇരുവരും, അങ്ങനെ പല ഘട്ടങ്ങളിലായി ഐക്യത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് അണികൾക്ക് ഒരു സന്ദേശം നൽകാൻ നേതൃത്വത്തിന് കഴിഞ്ഞു. പക്ഷെ അപ്പോഴും അണിയറയിൽ ഇരു വിഭാഗവും ശക്തമായ നീക്കങ്ങളിലാണ്. സർക്കാർ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാർ ഏകോപന സമിതി വേണം എന്നൊരു നിലപാട് കൂടി സിദ്ധരാമയ്യയ്ക്കുണ്ട്. അങ്ങനെ സർക്കാർ പാർട്ടി ഏകോപന സമിതി രൂപീകരിച്ചാൽ അതിൽ ആരൊക്കെ അംഗങ്ങളാകും എന്നത് പ്രധാനമാണ്. ഒപ്പം ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരാണ്? കർണാടക PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സതീഷ് ജർക്കിഹോളി എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും. അങ്ങനെ എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ? ആ ആവശ്യം KC വേണുഗോപാലിനോടക്കം സതീഷ് ജർക്കിഹോളി ഇതിനോടകം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. എന്നാൽ അക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്ന മറുപടിയാണ് KC വേണുഗോപാൽ നൽകിയത്. ഇതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ നിർണായക തീരുമാനങ്ങളുണ്ടാവും. മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെയോ ബുധനാഴ്ചയോ നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാളെ നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അങ്ങനെ നാളെ നടന്നാൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രമാവും സത്യപ്രതിജ്ഞ ചെയ്യുക. ഒരുപക്ഷേ DK ശിവകുമാറിനൊപ്പം 7 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകളുമുണ്ട്. മറ്റൊന്ന്, പൂർണ്ണ തോതിലുള്ള ഫുൾ ക്യാബിനറ്റ്, അതായത് മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും ഈ ആദ്യ സത്യപ്രതിജ്ഞയിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇരു വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം ഈ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് വൈകിയേക്കും. ഇതിനിടയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനൈക്യം ഉണ്ടാകുന്നത് കേന്ദ്ര നേതൃത്വം ഗുണകരമായി കാണുന്നില്ല. മാത്രമല്ല, അതൊരു പക്ഷേ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെ വിപരീതമായി ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ പോകാം. ആ സാധ്യതകളും കേന്ദ്ര നേതൃത്വം മുന്നിൽ കാണുന്നു. അതുകൂടി കണ്ടുകൊണ്ട് ഒരുപക്ഷേ ഫുൾ ക്യാബിനറ്റിൻ്റെ സത്യപ്രതിജ്ഞ അത് പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. DK ശിവകുമാറും ഉപമുഖ്യമന്ത്രിമാരും മറ്റു ചില മന്ത്രിമാരും മാത്രമാവും സ്ഥാനമേൽക്കുക. മറ്റൊന്ന്, സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ച ഫോർമുലകളിൽ എന്തൊക്കെ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കും, അതിൽ ഏതിനൊക്കെ DK ശിവകുമാർ പച്ചക്കൊടി കാണിക്കും എന്നതും ഏറ്റവും പ്രധാനമാണ്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതോടുകൂടി അഹിന്ദ വോട്ടുകളിൽ കോൺഗ്രസിന് വലിയ ആശയക്കുഴപ്പമുണ്ട്. ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു വിഭാഗത്തിന് ഉണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഉപമുഖ്യമന്ത്രി പദങ്ങൾ വീതം വയ്ക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരൊക്കെയാകും ഉപമുഖ്യമന്ത്രിമാർ?
മാത്രമല്ല ഈ അഹിന്ദ വിഭാഗങ്ങൾ, അതായത് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യം അത് മന്ത്രിസഭാ രൂപീകരണത്തിൽ എങ്ങനെയായിരിക്കും എന്നതും നിർണായകമാണ്. മറ്റൊന്ന്, സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്ര നിലവിൽ MLC അംഗമാണ്. യതീന്ദ്രയ്ക്ക് ഏത് വകുപ്പുകളാകും നൽകുക? മന്ത്രിസഭാ രൂപീകരണത്തിൽ ജലസേചനവും വ്യവസായവും ഉപമുഖ്യമന്ത്രി പദവുമൊക്കെ ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. സിദ്ധരാമയ്യ തന്നെ ഇക്കാര്യം കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. യതീന്ദ്രയെ എങ്ങനെയാണ് ഈ മന്ത്രിസഭയിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആണ് തീരുമാനം വരേണ്ടത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4-ന് വിധാൻ സൗധയിൽ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിലേക്കാണ് രാഷ്ട്രീയ കന്നഡയുടെ എല്ലാ കണ്ണുകളും. ഹരി, എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ തന്നെയാണ് എല്ലാ കണ്ണുകളും നിൽക്കുന്നത്. എന്തായാലും എന്തൊക്കെയായിരിക്കാം സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം മകന് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഏതൊക്കെ വകുപ്പുകളായിരിക്കും എന്നതിനെ സംബന്ധിച്ചും നിർണായകമായ ധാരണയുണ്ട്. എന്തായാലും DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നുള്ളത് തന്നെയാണ്. സത്യപ്രതിജ്ഞ നാളെയാണോ അതോ മറ്റന്നാളാണോ എന്നത് സംബന്ധിച്ചുള്ള ധാരണകളൊക്കെ ലഭിക്കാനുണ്ട്. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.